وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اوزل وبلغ مثل ثواب ما قرأناه من القرآن العظيم وعلى القبول من أهل السنة والجماعة. اللهم وإلى حضرات جميع المؤمنين والمؤمنات اللهم اغفر لهم وارحمهم. اللهم ارفع درجاتهم. اللهم بهم وبحقهم يسر عسيرنا وسهل أمورنا. اللهم سهل علينا مشقة أمرنا هذا يا رب العالمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم احفظنا. ബഹുമാന്യനായ മുഹമ്മദ് ഷാ സാഹിബ് തുടങ്ങിയുള്ള ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, ഈ സംഘടനയുടെ ദക്ഷിണ ജമിത്തുർമയുടെയും പോഷാ പ്രസ്ഥാനം സംബന്ധിച്ച ഇപ്പോഴും റാലി കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കാദ്യമായി ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. എല്ലാവരും പറയണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐക്യദാർഢ്യം, 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 ഐക്യദാർഢ്യം. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. 7-ാം തീയതി കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിൽ നിന്ന് ഈ സന്ദേശ റാലി ഈ സന്ദേശ റാലി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ബഹുമാന്യരായ ഉസ്താദ് പ്രസിഡന്റ് ഉസ്താദ് KP അബൂബക്കർ ഹസരത്ത് അവറുകൾ അന്ന് തഹജ്ജുദിൻ്റെ സമയത്ത് വഫാത്താവുകയാണ്. അത് കാരണം 2 ദിവസം ഞങ്ങൾ സമ്മേളനം മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ PK യൂനിസ് മൗലവി മുതൽ 4-ാം തീയതി വഫാത്തായ മറ്റൊരു കാര്യം ഉണർത്തുന്നത്, ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വ്യാവസായിക മണ്ഡലങ്ങളിലെ വെള്ളി നക്ഷത്രമായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഒരു ഓർമ്മ ദിനമാണ്. 53 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1973 ജാനുവരി 19-ന് പരിശുദ്ധമായ മക്കാ മുക്കറമയിൽ ഒരു വെള്ളിയാഴ്ച രാവ്, ഒരു പുലർച്ചെ, അതായത് ഒരു തഹജ്ജുദിൻ്റെ സമയത്ത് ആദരണീയനായ തങ്ങൾ വഫാത്തായി. സൗദി പൗരന്മാരെ അടക്കം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായിരുന്ന VV ഗിരിയുടെ കോട്ടയിൽ 2 സീറ്റ് വാങ്ങി തങ്ങളും ബഹുമാനപ്പെട്ട CKP ചെറിയമ്മ സാഹിബുകളാണ് പോയത്. അവിടെ തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ KE ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരേണ്ടി വരും എന്ന് തികട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, KE സാഹിബ് എന്നോട് നേരിട്ട് പറഞ്ഞാണ് തലശ്ശേരി. അതോടൊപ്പം തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് പതിവ് ഖുർആൻ ഓതിയിട്ട് ചെല്ലുമ്പോൾ ചെറിയ ഒരു ടെമ്പറേച്ചർ ചൂടുണ്ട്. നാളെ നേരത്തെ ഹറമിൽ പോകണമെന്ന് പറഞ്ഞു. തങ്ങൾക്ക് സുഖമില്ലല്ലോ എന്ന് KE സാഹിബ് പറഞ്ഞപ്പോൾ എന്നെ പൊന്തിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിനിടയിലായി തങ്ങളുടെ ജനാസയാണ് ഹറമിലേക്ക് കൊണ്ടുപോയി. ഈ മുഖ്യധാരയിൽ ഐക്യത്തോടു കൂടിയിരിക്കുകയും അവരൊക്കെ ഈ തരത്തിലുള്ള ധാർമ്മികവും വിദ്യാഭ്യാസവുമായ പ്രവർത്തനങ്ങൾ നടത്തി നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പോയതാണ് കേരളത്തിൻ്റെ ചരിത്രം എന്നാണ് ഇവിടെ തൊടിയൂർ സൂചിപ്പിച്ചത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കെട്ടുറപ്പും അതുപോലെ തന്നെ ആ സന്ദേശവും ആ ആശയവും അതിൽ നിന്ന് വ്യതിചലിക്കുന്ന സന്ദർഭങ്ങൾ എപ്പോൾ ഉണ്ടായാലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ വർഗീയതയും വളർത്തുന്നത് ഏത് തരത്തിലായാലും ഒരു ജനവിഭാഗങ്ങൾക്കും നല്ലതല്ല. തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു രാജ്യത്തിന് വളരാൻ കഴിയുള്ളൂ, ഒരു നാടിന് വളരാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ചെയ്ത പ്രവർത്തനങ്ങൾ ആ തരത്തിൽപ്പെട്ടതാണ്. ആ നല്ല പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് ഈ സംഘടനക്ക് ഉള്ളത്. ആ പ്രവർത്തനങ്ങളുമായി എക്കാലത്തും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്നും എന്നും അതുപോലെ തന്നെ അത് തുടരാൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ
ഇവിടെ ആശംസിക്കുകയാണ്. ഒട്ടേറെ പരിപാടിയുള്ളത് കൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല. ഇവിടെ പ്രധാനമായി പ്രഭാഷണം നടത്താൻ സുൽത്താൻ സാഹിബുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി വിശിഷ്ട അതിഥി ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സംഘടന ഭാവിയിലും വളരെ നന്നായി പോകാൻ അല്ലാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിക്കുന്നു. ഈ സൗനീറും 2 സപ്ലിമെൻറ്റും ബഹുമാന്യനായ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഒക്കെ ഉമർ മൂലം ഏറ്റുകൊണ്ടു. ബഹുമാന്യനായ മുഖ്യമന്ത്രി, ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് 1949 നവംബറിന്റെ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്. വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും വിത്ത് വിതക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ. എന്നാൽ അവർ ഒരു കാര്യം തിരിച്ചറിയാതെ പോയി. തീവ്രവാദ ക്യാമ്പിലേക്ക് പോയ സ്വന്തം മകന്റെ മയ്യത്ത് കാണേണ്ട എന്ന് പറഞ്ഞ ഉമ്മമാരുടെ നാടാണ് കേരളം. പാളയം പള്ളിയും ഗണപതി കോവിലും ഒരേ മതിൽ പങ്കിടുന്ന നാടാണിത്. ശബരിമല ശാസ്താവിനെ പോലെ തന്നെ ശാസ്താവിനോടൊപ്പം തന്നെ വാവർക്കും പ്രാധാന്യം നൽകുന്ന നാടാണ് കേരളം. കാവിലെ ഉത്സവവും മസ്ജിദിലെ ചന്ദനക്കുട മഹോത്സവവും ഒരുമിച്ച് നടത്തുന്ന നാടാണ് നമ്മുടേത്. ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് ജില്ലാ കഥകൾ പ്രചരിപ്പിച്ച് കേരളത്തെ ഇകഴ്ത്താൻ ഇവർ ശ്രമിക്കുന്നത്. മത തീവ്രവാദ ശക്തികളെ ദൈനംദിന ജീവിതത്തിൽ നിന്നും എക്കാലവും അകറ്റി നിർത്തിയ ചരിത്രമാണ് മലയാളിക്കുള്ളത്. വിവിധ വിശ്വാസങ്ങളിൽപ്പെട്ടവർ തലമുറകളായി സ്നേഹത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും നേടിയെടുത്ത സാമൂഹിക പശ്ചാത്തലമാണ് ഇവിടെയുള്ളത്. ജാതിമത ഭേദമന്യേ ഇടയെടുപ്പമുള്ള ഒരു ജനതയാണ് നാം. ഇത് ദഹിക്കാത്ത ചിലരുണ്ടാവാം. അവരാണ് നമ്മുടെ നാട്ടിൽ ഏതു വിധേനയും ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് ലാഭം കൊയ്യാനാവുമോ എന്ന വൃഥാസ്വപ്നം കാണുന്നത്. അവരുടെ ദുരാരോപണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും എതിരെ കാര്യമായ ജാഗ്രത സമൂഹം പുലർത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വർഗീയ കലാപത്തിലൂടെ ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ വിപുലീകരണം നടത്തുക എന്നതാണ് ചിലരുടെ ലക്ഷ്യം. അതിൻ്റെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ നമുക്ക് രാജ്യത്ത് കാണാം.
ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു, രാജ്യവ്യാപകമായി പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ ശ്രമിച്ചത്, സർക്കാരിനെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത്, ഒരു ചർച്ച പോലുമില്ലാതെ കാർഷിക ബില്ലുകളടക്കം ഒട്ടേറെ കരിനിയമങ്ങൾ പാസ്സാക്കിയെടുത്തത്, അങ്ങനെ എണ്ണിപ്പറയാൻ ഒരുപാടുണ്ട്. ജനാധിപത്യത്തെ മതാധിപത്യം കൊണ്ടും മതനിരപേക്ഷതയെ വർഗീയത കൊണ്ടും പകരം വെക്കാൻ ശ്രമങ്ങൾ നടത്തപ്പെടുന്ന ഈ ഘട്ടത്തിൽ ക്രിസ്ത്യൻ, മുസ്ലിം അടക്കമുള്ള വിഭാഗങ്ങൾക്ക് സ്വന്തം സ്വത്ത് നിലനിർത്താൻ കഴിയാതാവുന്നു എന്നതാണ് രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി. കഴിഞ്ഞ ചില വർഷങ്ങളായി മുസ്ലിം സമുദായത്തിന് നേരെ കിരാതമായ ആക്രമണങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദക്ഷിണ കേരള